എറണാകുളം പുതുവൈപ്പ് ബീച്ച് പരിസരത്ത് പോലീസ് ഉദ്യോഗസ്ഥർ യുവാക്കളെ മർദ്ദിച്ചെന്ന് പരാതി. വാഹനത്തിന് അമിതവേഗം ചോദ്യം ചെയ്താണ് മർദ്ദനത്തിന് കാരണമെന്ന് യുവാക്കൾ. പുതുവൈപ്പ് സ്വദേശികളായ നിതിൻ, ലിൻകൻ, നെസ്ലിൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റ ആദ്യം പ്രതികരണത്തിൽ. വണ്ടി നല്ല സ്പീഡിൽ വന്നിട്ട് നമ്മൾ സ്ലോ ഡൗൺ ആക്ഷൻ ഞാൻ കാണിച്ചുള്ളൂ. ഫ്രണ്ടിൽ കൊണ്ടു ചവിട്ടിയിട്ട് അവർ വിൻഡോ അടങ്ങിട്ട് ചീത്ത വിളിക്കുന്നത്. ഇറങ്ങി വന്നിട്ട് ഒരു പുള്ളിക്കാരൻ ചെവിക്കല്ലുണ്ട്. പോലീസുകാരെന്ന് പറഞ്ഞു, പക്ഷേ കാഷ്വൽ ഡ്രസ്സ്, കാഷ്വൽ വണ്ടി, പിന്നെ അടി തുടങ്ങി. പിന്നെ ഈ ആൾക്കാരുടെ ഇടയിൽ പറയുന്നുണ്ട് എടാ പോലീസാണ്. അവിടെ നിന്ന് ഓടി, കാരണം ഇവരെന്നെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റാൻ നോക്കണം. അവിടെ നിന്ന് ഓടി ഒരു സ്ഥലത്ത് പോയിരുന്നു. അതൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ഓടാനും പറ്റില്ല. ഓൾറെഡി എനിക്കൊരു സ്പൈനൽ ഇഞ്ചുറി ആയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കണം. രണ്ടുപേരും ഇറങ്ങിയിട്ട് എൻ്റെ രണ്ട് കയ്യിൽ കയറി പിടിച്ചിട്ട് നീ കയറടാന്നാണ് പറയണം. കയറി കഴിഞ്ഞാൽ അവർ അതിൻ്റെ അകത്ത് എന്താ ചെയ്യണമെന്ന് എനിക്കൊന്നും പറഞ്ഞില്ല. ഞാൻ കൈ തട്ടിയിട്ട് വീണ്ടും ഓടി എൻ്റെ ബാക്കിൽ വന്നു. വണ്ടി വളച്ച് ലൈക്ക് നമ്മൾ സാധാരണക്കാർ എന്താണ് ഇവിടെ നടക്കുന്നത്, സിനിമയിലൊക്കെ ആണല്ലോ പുറകിൽ എന്നെ വന്ന് ചേസ് ചെയ്യണേ. വണ്ടി നമ്പർ ശ്രദ്ധിച്ചായിരുന്നു, KL07 CB 8841, ഒരു വൈറ്റ് ഡസ്റ്റർ. അല്ല സംഭവിച്ചാൽ ഞങ്ങൾ ബീച്ചിൽ ഞങ്ങളുടെ ഡോഗ്സിനായിട്ട് നടക്കാൻ പോയതാ. പുതുവൈപ്പ് ബീച്ച് 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടൊരു 6:30 കഴിഞ്ഞ സമയത്തേക്കും ഞങ്ങൾ തിരിച്ച് വന്നു. തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ഈ ക്രൗഡിനിടയ്ക്ക് ഒരു ഡസ്റ്റർ ഇങ്ങനെ, ഒരു വൈറ്റ് ഡസ്റ്റർ ഇങ്ങനെ സ്പീഡിൽ വരിക. അപ്പോൾ ഇവൻ കൈവച്ച് ഇങ്ങനെ കാണിച്ചു ആ സ്പീഡിൽ വരുന്നത് കണ്ടിട്ട്. അപ്പോൾ നേരെ വണ്ടി നിർത്തിയിട്ട് ഗ്ലാസ് താത്തിയിട്ട് നീ ആരാടാന്ന് ചോദിച്ചു. ഇങ്ങനെ ആരാടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടാ ഒന്ന് പയ്യെ പോയിക്കൂടെ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നേരെ വന്ന് ഇറങ്ങിയിട്ട് ഇവൻ്റെ മുഖത്തിട്ട് റൈറ്റ് സൈഡിൽ ഒരു അടി കൊടുത്തിട്ട് ആ പോലീസുകാരൻ പറഞ്ഞു നീ ആരാടാ പോലീസുകാരുടെ വണ്ടി തടയാനെന്ന് ചോദിച്ചു. അടി കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യില്ലെന്നും പറഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സൈഡിലിട്ട് ഇടിച്ചായിരുന്നു. ഇപ്പോൾ ഇവരുടെ 3 പേരുടെയും പേര് ഞങ്ങൾക്കറിയാം. പേരെന്തൊക്കെയായിരുന്നു കിരൺ ചേട്ടാ? ഒരാൾ ശ്രീകാന്ത്, സ്വരാജ്, മിറാഷ്. ആൻമരിയ സണ്ണി കൊച്ചിൻ ചെയ്യുന്നു. ആൻമരിയ, ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ സ്വകാര്യ വാഹനത്തിലാണ്, യൂണിഫോമിലെല്ലാം മഫ്തിയിലാണ്. പക്ഷേ പോലീസ് എന്ന അഹങ്കാരം അവരെ വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഈ പോലീസുകാർ ഈ വേഷമിടാതെ ഇവർ തല്ലിയ പോലീസുകാരുടെ വിശദീകരണം? എന്താണ് സംഭവിച്ചത്? കേസെടുത്തിട്ടുണ്ടോ കാക്കിക്കാർക്കെതിരെ? നിലവിൽ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ യുവാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ DGPക്കും മുഖ്യമന്ത്രിക്കും യുവാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ അവർ നൽകുന്ന വിശദീകരണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് മുളവുകാട് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു പരാതി അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് എങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. ഈ രീതിയിൽ ഉദ്യോഗസ്ഥർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള നടപടിയും ഉണ്ടാകുമെന്നാണ് നിലവിൽ എന്തായാലും പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം. അതിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ആ യുവാവ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇന്നലെ വൈകുന്നേരം പുതുവൈപ്പ് ബീച്ചിൽ ഏകദേശം ഒരു 6 സമയത്തോടു കൂടിയാണ് നടക്കുന്നത്. ആ 3 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. അത് പോലീസ് വാഹനമല്ല. അതോടൊപ്പം തന്നെ വാഹനത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഇവരെ മർദ്ദിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവർ യൂണിഫോം അല്ല ധരിച്ചിരിക്കുന്നത്. അവർ പോലീസാണ് എന്നുള്ളത് അവർ തന്നെ പറയുകയായിരുന്നു. പിന്നീട് ഇവർ അന്വേഷിക്കുമ്പോഴാണ്, ഈ യുവാക്കൾ തന്നെയാണ് അന്വേഷിച്ചത്, ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ 3 കോൺസ്റ്റബിൾമാരാണ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. സുഹൈദ്, അൻമരിയ, ഇതനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന യുവാക്കൾ തന്നെ 3 പേരുകൾ പറയുന്നുണ്ട്. ആ പേരിലുള്ള ഉദ്യോഗസ്ഥർ ആ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നുണ്ടോ? നിലവിൽ ആ 3 ഉദ്യോഗസ്ഥരും ഇപ്പോൾ മെഡിക്കൽ ലീവിൽ പോയിരിക്കുകയാണ് എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ. അതായത് മുനമ്പം ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഡിവൈഎസ്പി പറഞ്ഞിരിക്കുന്നത് 3 യുവാക്കളും നിലവിൽ 3 ഉദ്യോഗസ്ഥരും മെഡിക്കൽ ലീവിലാണ് എന്നുള്ള കാര്യമാണ്. നിലവിൽ അവർ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നും തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നതനുസരിച്ച് ആ ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ദൃക്സാക്ഷികളുടെ മൊഴികൾ, ഇതെല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള തുടർ നീക്കങ്ങൾ. നിലവിൽ എന്തായാലും പോലീസിന് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ അന്വേഷണം പുരോഗമിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള പരിക്കുകളും യുവാക്കൾക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം അതിന് അനുചിതമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.